ഓക്കെ, നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോവാം. നമുക്ക് നെക്സ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് ആണ്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ നോക്കിയത് പ്ലാനിങ് ആൻഡ് ഓർഗനൈസിങ് ആയിരുന്നു. പ്ലാനിങ് എന്താണെന്നും ഓർഗനൈസിങ് എന്താണെന്നും നമ്മൾ പഠിച്ചു. ഇനി നെക്സ്റ്റ് മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ ആണ്. ഫംഗ്ഷൻ വരുന്നത് സ്റ്റാഫിംഗ് ആണ്. സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം സ്റ്റാഫ് എന്താണ്. സ്റ്റാഫ് നമ്മുടെ ബിസിനസ്സിൽ, നമ്മുടെ ഏതൊരു സ്ഥാപനത്തിൽ ചെന്നാലും അവിടെ സ്റ്റാഫ്സ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ഓരോ സ്റ്റാഫിനെയും ഏതൊക്കെ രീതിയിൽ അപ്പോയിന്റ് ചെയ്യണം, അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയൊക്കെയാണ് അവരെ സ്റ്റാഫിംഗ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഈ ഫംഗ്ഷനിൽ പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഒരു സാധാരണ ഒരു ഷോപ്പിനെ സംബന്ധിച്ച് അവിടെ എന്താണ്, നമുക്ക് ഒരാൾ മതി, മാനേജർ, അതിൻ്റെ ഓണർ മാത്രം നോക്കിയാൽ മതി. പക്ഷെ കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണ് എങ്കിൽ എന്താണ്, അവിടെ ഒരുപാട് സ്റ്റാഫിന്റെ ആവശ്യം വേണ്ടി വരും അല്ലെ. ഒരു തുണിക്കടയിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ സ്റ്റാഫ് ഉണ്ടാവും അവിടെ. വലിയ തുണിക്കട ടെക്സ്റ്റൈൽസിലൊക്കെ ചെന്നാൽ ഒന്നിൽ കൂടുതൽ സ്റ്റാഫ്സ് ഉണ്ടാവും. അപ്പൊ അതിൻ്റെയൊക്കെ ആവശ്യകത എന്താണ്, അതിനുള്ള ഇമ്പോർട്ടൻസ് എന്താണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കണ്ടന്റ്, ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. Okay, staffing refers to managerial function of employing and developing human resources for carrying out the various managerial and non-managerial activities in an organization. This involves determining manpower requirement and the method of recruiting, selecting, training, developing the people for various positions created in the organization. Staffing എന്ന് പറയുന്നത് എന്താണ്? എംപ്ലോയ്മെന്റ് കൊടുക്കുകയാണ്. ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ നിങ്ങൾ? ഓരോ സ്ഥാപനത്തിലും HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. HR ഡിപ്പാർട്ട്മെന്റിന്റെ മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? HR ഡിപ്പാർട്ട്മെന്റ് മെയിൻ ആയിട്ടുള്ള ഫംഗ്ഷൻ ഓരോരുത്തരെ സെലക്ട് ചെയ്യുക, റിക്രൂട്ട്മെന്റ് നടത്തുക, അവരെ അസസ്മെന്റ് നടത്തുക, ട്രെയിനിങ് കൊടുക്കുക, അവർക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസും ഡെവലപ്മെന്റ് പ്രോഗ്രാംസും കണ്ടക്ട് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ HR നടക്കുന്നത്. അപ്പൊ ഈ സ്റ്റാഫിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓരോ വ്യക്തികളെയും കണ്ടുപിടിച്ച് അവരുടെ കഴിവിന്റെ അടിസ്ഥാനത്തിൽ, അവരുടെ യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ അവരെ റിക്രൂട്ട് ചെയ്ത് അവർക്ക് ട്രെയിനിങ് കൊടുത്തിട്ട് എന്താണ്, വേരിയസ് പൊസിഷനിലേക്ക് അവരെ എന്ത് ചെയ്യുക, അസൈൻ ചെയ്യാണ്. അതാണ് സ്റ്റാഫിംഗിൽ നടക്കുന്ന കാര്യം. ഓക്കെ, ഇനി സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് ആണ് പറയുന്നത്. It helps in getting right people for the right job at the right time. The function of staffing enables the managers to find out as to how many workers are required and with what qualifications and experience. ഈ സ്റ്റാഫിംഗ് എന്ന് പറയുമ്പോൾ റൈറ്റ് പീപ്പിളെ റൈറ്റ് ടൈമിൽ പ്ലേസ് ചെയ്യുന്നതാണ് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അതായത് അനുയോജ്യമായ എംപ്ലോയീസിനെ, അനുയോജ്യമായ വർക്കേഴ്സിനെ അനുയോജ്യമായ സമയത്ത് അനുയോജ്യമായ പൊസിഷനിലേക്ക് ഇരുത്തുകയാണ്. അതാണ് സ്റ്റാഫിങ്ങിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. മെയിൻ ഇമ്പോർട്ടൻസ് അതാണ്. അതായത് അവരുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും അനുസരിച്ച് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു പൊസിഷനിലേക്ക് അവരെ ഇരുത്തുകയാണ്. നെക്സ്റ്റ്, സ്റ്റാഫിംഗ് കോൺട്രിബ്യൂട്ട് ടു ഇംപ്രൂവ്ഡ് ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി. ത്രൂ പ്രോപ്പർ സെലക്ഷൻ ദി ഓർഗനൈസേഷൻ ഗെറ്റ് quality workers and through proper training the performance level of the workers can be improved. Okay, അതായത് ഈ സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷന്റെ, നമ്മുടെ ബിസിനസിന്റെ പ്രൊഡക്ടിവിറ്റി കൂട്ടാൻ ഹെൽപ്പ് ചെയ്യാണ്. എങ്ങനെയാണ്? നല്ല ക്വാളിറ്റി, നല്ല സ്റ്റാൻഡേർഡും നല്ല ക്വാളിഫിക്കേഷൻ ഉള്ള വർക്കേഴ്സിനെ നമ്മുടെ ഓപ്പറേഷനിലേക്ക് ഇരുത്തി കഴിഞ്ഞാൽ എന്താണ്, അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യില്ലേ? അപ്പൊ എന്തായിരിക്കും, നല്ല ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. അതുകൊണ്ട് നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടും, എഫിഷ്യൻസി കൂടും. Okay, it helps in providing job satisfaction to the employees, keeping their morale high. With the proper training and development program, their efficiency improve. അതായത് എന്താണ്, അവരുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ. ഇപ്പൊ അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ള ജോലി അവർക്ക് കൊടുക്കുക. ഇപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ലാത്ത ഒരു ഏരിയയിലേക്ക് നമ്മളെ നിയമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മുടെയും കൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ നോക്കണം. അപ്പൊ നമ്മളും കൂടി പൂർണ്ണമായിട്ട് തൃപ്തരായിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതനുസരിച്ച് എന്താണ്, നല്ല ക്വാളിറ്റിയുള്ള ഔട്ട്പുട്ടും കിട്ടും. Staffing maintain harmony in the organization. Through proper staffing, individuals are not just recruited and selected, but their performance is regularly appraised and promotions made on merit. അതായത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് ഓർഗനൈസേഷനിൽ ഒരു ഹാർമണി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാണ്. അതായത് അവർ ആ എംപ്ലോയീസിലെ വർക്കേഴ്സ് തമ്മിലുള്ള ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രോപ്പർ ആൾക്കാരെ പ്രോപ്പർ സ്ഥലത്ത് പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർ എപ്പോഴും മെന്റലി സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ്, ഒരു നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. മൊത്തത്തിൽ എന്താണ്, ഈ ഓർഗനൈസേഷന്റെ കോമൺ ആയിട്ടുള്ള ഒബ്ജക്റ്റീവിലേക്കാണ് ഇത് നയിക്കുന്നത്. എന്താണോ നമ്മുടെ ബിസിനസിന്റെ മെയിൻ ഒബ്ജക്റ്റീവ്, ഏർണിംഗ് പ്രോഫിറ്റ് ആണ്. അപ്പൊ ആ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആ ഒരു ഒബ്ജക്റ്റീവിലേക്കാണ് ഇതൊക്കെ കൊണ്ടുപോകുന്നത്. അതായിരിക്കും ഇതിന്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത്.
പ്രോസസ് ഓഫ് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ് ആണ് ഇനി പറയുന്നത്. മാൻ പവർ പ്ലാനിങ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ് ആണ്. Manpower planning refers to process of estimating the manpower requirement of an organization. While estimating the manpower requirement, the management generally keep in mind the available infrastructure including technology, production schedule, market fluctuations, demand forecast, government policies and so on. അതായത് ഫസ്റ്റ് മാൻ പവർ പ്ലാനിങ് ആണ്. ഇപ്പം നമ്മളൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഓർഗനൈസേഷനിലേക്ക് എത്ര എംപ്ലോയീസ് വേണം, അല്ലെങ്കിൽ എത്ര മാൻ പവർ എന്ന് പറയുന്നത് നമ്മുടെ ലേബേഴ്സ് ആണ് കേട്ടോ, നമ്മുടെ വർക്കേഴ്സ് ആണ് മാൻ പവർ എന്ന് പറയുന്നത്. അപ്പൊ ഈ മാൻ പവർ എത്രത്തോളം ആവശ്യമാണ്, ഓരോ ഏരിയയിൽ എത്രയുണ്ട് എന്നുള്ളത് നമുക്ക് പ്ലാൻ ചെയ്യണം. അതനുസരിച്ചല്ലേ നമ്മൾ റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. പ്ലാൻ ചെയ്യുക ഫസ്റ്റ്, എത്രത്തോളം ആൾക്കാരെ നമുക്ക് ആവശ്യമാണ്. നമ്മുടെ ടെക്നോളജിയുടെയും പ്രൊഡക്ഷൻ ഷെഡ്യൂളിന്റെയും മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസിന്റെയും ഡിമാൻഡിന്റെയും ഗവൺമെന്റ് പോളിസിയുടെയും ഒക്കെ ബേസിലാണ് എന്ത്, നമ്മൾ എത്ര വർക്കേഴ്സിനെ നമുക്ക് ആവശ്യമാണ്, ഏതൊക്കെ ഏരിയയിൽ എത്ര പേരെ ആവശ്യമാണെന്ന് നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഒരു ടോട്ടൽ പ്ലാനിങ് ആണ് ഫസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുക, ഒരു പ്ലാൻ ചെയ്യുക എത്ര വേണം എന്നുള്ളത്. ദെൻ ജോബ് അനാലിസിസ് ആണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. It involves identification of each job in terms of duties and responsibilities. അതായത് ഓരോ ജോലിയും ഐഡന്റിഫൈ ചെയ്യുക, അതായത് അതിന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റിന്റെയും അടിസ്ഥാനത്തിൽ ഓരോ ജോബ് എന്തൊക്കെയാണെന്ന് നോക്കുക. ഓക്കെ, ജോബ് അനലൈസ് ചെയ്യണം. ജോബ് അനലൈസ് ചെയ്താലല്ലേ അതിന്റെ ആ ഒരു വ്യാപ്തിയും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഡിറ്റർമൈനിങ് ദ എബിലിറ്റി ആൻഡ് സ്കിൽ ദാറ്റ് ആർ റിക്വയർഡ് ഫോർ പെർഫോമിംഗ് ജോബ്. അതായത് ആ ഒരു പർട്ടിക്കുലർ ജോബ് പെർഫോം ചെയ്യാനായിട്ട് എത്രത്തോളം സ്കില്ലും ക്വാളിഫിക്കേഷനും വേണം എന്നുള്ളതാണ് നെക്സ്റ്റ് കാര്യം ചിന്തിക്കേണ്ടത്. ആ ഒരു പർട്ടിക്കുലർ ജോബ് ചെയ്യുന്നതിനായിട്ട് എത്രത്തോളം നമുക്ക് സ്കിൽ ആപ്റ്റ് ആവണം, എത്രത്തോളം ക്വാളിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ്, അങ്ങനെ എത്രത്തോളം ക്വാളിഫിക്കേഷൻ ഉള്ള ആൾക്കാരെ എടുക്കണം എന്നുള്ളതൊക്കെയാണ് അടുത്തതിൽ പറയുന്നത്. അപ്പൊ ഇതാണ് ജോബ് അനാലിസിസ് എന്ന് പറയുന്നത്. തേർഡ് പ്രോസസ്സ് റിക്രൂട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് പിന്നെ വരുന്നത് റിക്രൂട്ട് ചെയ്യാണ്. Suppose you want to open a restaurant. After planning and organizing, you are aware of various job positions that are required to be filled up. Let us say you have access to the requirements of general manager, a chief accountant, and many other staff for home delivery of food. Possibly you have a list of persons interested to your restaurant. Okay. അതിൻ്റെ ഒരു ഡെഫിനിഷൻ ആയിട്ട് പറയാൻ, recruitment is the process of finding and attracting suitable applicants for employment. അതായത് നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്തു, ജോബ് അനലൈസ് ചെയ്തു, അതുപോലെ തന്നെ ഏതൊക്കെ പൊസിഷനിലേക്ക് വേണം എന്നുള്ളതൊക്കെ നോക്കി. ഇനി വേണ്ടത് എന്താണ്, ആ കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ കണ്ടുപിടിക്കുകയാണ്. അതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ മെത്തേഡിൽ കണ്ടുപിടിക്കാം അവരെ. നമ്മൾ പലതിലും പരസ്യം കാണാറുണ്ടല്ലേ, ജോബ് ഓഫേഴ്സ് ഒക്കെ നമ്മൾ ന്യൂസ് പേപ്പറിൽ, ഓരോ മീഡിയ, ഫേസ്ബുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കാണാറില്ലേ. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ മിക്കപ്പോഴും നമ്മൾ കാണുക. OLX-ലുണ്ട്. അതുപോലെ ജോബ് ഓഫേഴ്സ് പല വഴിയിലൂടെയും നമുക്ക് കാണാൻ പറ്റും ജോബ് ഓഫേഴ്സ്. അപ്പൊ അത് കൊടുക്കണ എന്തിനു വേണ്ടിയിട്ടാണ്, റൈറ്റ് പേഴ്സൺ, അതായത് റൈറ്റ് ആൾക്കാരെ നമുക്ക് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത് ഇതൊക്കെ ഉൾപ്പെടുന്നതാണ്. അതായത് നമ്മൾ ഈ ഓരോ പൊസിഷന് വേണ്ടിയിട്ടും, ഓരോ ജോബ് പൊസിഷനിലേക്ക് വേണ്ടിയിട്ടും ഓരോരുത്തരെ ഇൻവൈറ്റ് ചെയ്യാണ്. അതായത് കറക്റ്റ് ആൾക്കാരെ കണ്ടുപിടിക്കുകയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട്. അതാണ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. സെർച്ച് ചെയ്യാണ്, ഓരോ ആൾക്കാരെ സെർച്ച് ചെയ്താണ്, എന്നിട്ട് എന്താണ് അതിനനുസരിച്ച് ഓരോരുത്തരെ നിയമിക്കുകയാണ്. സെർച്ചിങ് ആണ് ഫസ്റ്റ് റിക്രൂട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ സോഴ്സ് ഏതൊക്കെയാ നോക്കാം. റിക്രൂട്ട്മെന്റിന്റെ ഇന്റേണൽ സോഴ്സ് ഉണ്ട്. In any business, existing employees expect that they will have chances of promotion and will be considered for higher positions before outsiders are considered. അതായത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഓർഗനൈസേഷൻ, നമ്മുടെ ബിസിനസിന്റെ അകത്ത് തന്നെ ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ നമ്മുടെ അകത്ത് തന്നെ ആൾക്കാർക്കായിരിക്കും നമ്മൾ മുൻഗണന കൊടുക്കുന്നത്. അത് അവർക്കൊരു പ്രൊമോഷനും ആവും. അത് ഇപ്പോൾ വേറൊരു ഏരിയ, നമ്മുടെ ബിസിനസിന്റെ വേറൊരു ഏരിയ തുടങ്ങി കഴിഞ്ഞാൽ അതിന് ആവശ്യമായിട്ടുള്ള ആൾക്കാർ ചിലപ്പോൾ നമ്മുടെ അകത്ത് തന്നെ ഉണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതാണ് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറയുമ്പോഴേക്കും ഓൾ വേക്കൻസീസ് cannot be filled up from within the organization. Existing employee may lack the required skill. Hence managers have to recruit some persons from outside the organization. അതായത് എല്ലാ വ്യക്തികളെയും നമുക്ക് ഓർഗനൈസേഷന്റെ അകത്തുനിന്ന് തന്നെ കിട്ടില്ല.
കുറച്ച് ആൾക്കാരെ പുറത്ത് തന്നെ നോക്കണം. അത് എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റില്ല അകത്തുനിന്ന് എടുത്ത്. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതിന് അനുസരിച്ച് നമ്മൾ പുറത്തേക്ക് നോക്കും. പുറത്തുള്ള ആൾക്കാരെ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നോക്കും. പിന്നെ മീഡിയ അഡ്വർടൈസ്മെന്റ് ഞാൻ പറഞ്ഞു, നമ്മൾ മീഡിയയിലൊക്കെ അഡ്വർടൈസ്മെന്റ് കാണാറുണ്ട്. ഓരോ ജോബ് ഓഫേഴ്സ് ഒക്കെ വെച്ച് ഫേസ്ബുക്കിൽ, OLX, നൗക്കരി അതുപോലുള്ള ഒരേ വെബ്സൈറ്റുകളുണ്ട് ജോബ് ഓഫേഴ്സ് ഉള്ളത്. അപ്പൊ അതിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ജോബ് കണ്ടുപിടിക്കും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ജോബ് ഓഫേഴ്സ് ഉണ്ടാവും. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എന്താണ് ജോബ് ഓഫേഴ്സ് ഉണ്ട്. നമ്മൾ അവിടെ പോയി രജിസ്റ്റർ ചെയ്താൽ മതി. നമ്മൾ ജോബ് വരുമ്പോൾ നമ്മളെ അറിയിക്കും. പിന്നെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, nowadays companies, big organization maintain a close with the university, vocational institute and the management institute for recruitment of the staff. As and when the needs arises, the company send one or more of other senior executive to the institution of repute imparting such a professional. Educational institution നമ്മളെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്നൊക്കെ കേട്ടിട്ടില്ലേ? എങ്ങനെ വലിയ നല്ല നല്ല കോളേജസിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവിടെ ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് ഉണ്ടാവും. അതായത് വലിയ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ഓരോ കമ്പനി, വലിയ വലിയ കമ്പനീസ് കോളേജിലേക്ക്, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ആൾക്കാരെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് പോകും ഹയർ ചെയ്യാൻ. സ്റ്റുഡൻസിനെ നല്ല ബെറ്റർ, നല്ല ക്വാളിറ്റിയും നല്ല നല്ല സ്കിൽഡ് ആയിട്ടുള്ള കുറെ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, നല്ല സ്റ്റുഡൻസ് ഉണ്ടാവും പഠിച്ചിറങ്ങുന്നവര്. അപ്പൊ അവരെ അപ്പൊ തന്നെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് എന്ന് കേട്ടിട്ടില്ലേ? അങ്ങനെ റിക്രൂട്ട് ചെയ്യാൻ വേണമെങ്കിൽ. Unsolicited application. Those looking for job often apply on their own initiative. They assume that certain vacancies are likely to arise. Okay, and apply without reference to any job advertisement. Managers keep a record of such applications and contact the suitable candidate when they need them. Okay, അതായത് ചിലവര് ഇതിലൊന്നും കാണാതെ, അതായത് വേറെ ഒന്നിലും മീഡിയയിലും ഇതിലൊന്നും കാണാതെ ഈ ജോബ് തപ്പി നടക്കുന്ന കുറച്ച് ആൾക്കാര് ഇതുപോലുള്ള ഓർഗനൈസേഷന്റെ പേരിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യും. ഇങ്ങനെ മെയിലൊക്കെ അയച്ചുകൊണ്ടിരിക്കും. അപ്പോൾ മാനേജേഴ്സ് ആവശ്യം വരുമ്പോൾ അങ്ങനെയുള്ള ആ സോഴ്സിലൂടെയും നോക്കും. Okay, recruitment at the factory gate. This is found mainly in case of factory workers to be recruited on daily wages. Such workers gather in the morning at the factory gate to serve as casual workers. Very often existing regular employees go on leave and their vacancies are filled up by recruitment at the factory gate. These casual workers, having served in the factory for some time, may be considered for regular employment at some stage. Recruitment at the factory gate എന്ന് പറയുമ്പോൾ സാധാരണ ലേബേഴ്സ് ഇല്ലേ, ഇപ്പൊ ഡെയിലി കൂലിപ്പണിക്കാരൊക്കെ എന്ന് പറയില്ലേ, ഫാക്ടറീസിലൊക്കെ വർക്ക് ചെയ്യുന്നവര്, അത് തന്നെ ഫാക്ടറി ഗേറ്റില് അവര് കാഷ്വൽ വർക്കേഴ്സിനെ അപ്പോയിന്റ് ചെയ്യും. അതായത് ഫാക്ടറി ഗേറ്റിൽ നമ്മൾ വർക്കേഴ്സിനെ ആവശ്യമുണ്ട്. ചിലപ്പോൾ 1 ദിവസത്തേക്കായിരിക്കും, 2 ദിവസത്തേക്കായിരിക്കും, ചിലപ്പോൾ കുറെ നാളത്തേക്ക് നിർത്തും. അപ്പൊ ഡെയിലി വേജസിന് വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. അത്തരത്തിലുള്ള റിക്രൂട്ട്മെന്റ്സ് ഉണ്ട്. റെഫറൽസ്. Often the management get a reference about interested workers from different sources like worker union, previous employees, existing employees, clients of the organization. അത് റെഫറൻസ് കൊടുക്കും. ഇപ്പൊ ചില നമ്മുടെ മാനേജേഴ്സിന് അറിയുന്ന വ്യക്തികളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എക്സിസ്റ്റിംഗ് ആയിട്ട് വർക്ക് ചെയ്യുന്നവർ അറിയാവുന്ന ആരെങ്കിലും ആണെങ്കിൽ നമ്മൾ റെഫർ ചെയ്യും, റെക്കമെൻഡ് ചെയ്യും. പറഞ്ഞില്ലേ, റെക്കമെൻഡേഷൻ ഒക്കെ ഉണ്ടാവും. ആ രീതിയിലും എന്ത് ചെയ്യും? റിക്രൂട്ട്മെന്റ് നടത്തും, റെക്കമെൻഡേഷൻ ബേസിസിൽ. Private employment agencies. In urban area, number private organizations have started functioning employment agencies. These agencies register with them the name of individual who are seeking employment and try to arrange a job interview for such candidate. അതായത് ചില പ്രൈവറ്റ് ഏജൻസീസ് ഉണ്ടാവും. നമ്മൾ പ്രൈവറ്റ് ഏജൻസീസ് ജോബ് അവരൊരു ഇന്റർമീഡിയറി ആയിട്ടായിരിക്കും പ്രവർത്തിക്കുക. അപ്പൊ ഈ ജോബ് കൊടുക്കുന്ന ഓർഗനൈസേഷനെ നമ്മുടെയും ഒരു ഇന്റർമീഡിയറി ആയിട്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുക. അപ്പൊ അതിന് ജസ്റ്റ് അവരൊരു കമ്മീഷൻ വാങ്ങും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ ആ കമ്മീഷൻ വാങ്ങിയിട്ട് അപ്പൊ ഈ പർട്ടിക്കുലർ എന്റർപ്രൈസസിൽ, ഓർഗനൈസേഷനിൽ ജോബ് വേക്കൻസി വരുമ്പോൾ ഫസ്റ്റ് അവർ നമ്മളെ സജസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ നമുക്ക് ജോലി കിട്ടുകയാണെങ്കിൽ നമ്മൾ ജോബ് കിട്ടിയില്ലെങ്കിൽ അവരത് റീഫണ്ട് ചെയ്യും. അങ്ങനെയൊക്കെ ഉള്ള ഒരു മെത്തേഡ് വെച്ചിട്ടുണ്ട് പ്രൈവറ്റ് ഏജൻസീസ് വർക്കിംഗ് ആണ്. അപ്പൊ ഇതൊക്കെയാണ് പല ടൈപ്പിലുള്ള റിക്രൂട്ട്മെന്റിന്റെ സോഴ്സസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രീതിയിലൊക്കെ റിക്രൂട്ട്മെന്റ് നടത്താം നമുക്ക്. ഇനി റിക്രൂട്ട് ചെയ്തു,
ഒരുപാട് ഇപ്പം നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചു, നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് ഒരു 10-15 പേരെ ഇന്റർവ്യൂവിന് വിളിച്ചു, അല്ലെങ്കിൽ ഒരു 10-20 പേരെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചു. 10-20 പേരെ ഒരു പൊസിഷനിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അതിന് എന്ത് നടത്തണം? സെലക്ട് ചെയ്യണം. എങ്ങനെ സെലക്ട് ചെയ്യണം? ഏറ്റവും ബെസ്റ്റ് ആൾക്കാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഏറ്റവും നല്ലത് ആരാണോ എന്ന് നമുക്ക് തോന്നുന്നോ അവരെ സെലക്ട് ചെയ്യണം ജോലിയിലേക്ക്. അതല്ലേ അടുത്ത പ്രോസസ്സ്. അപ്പൊ അടുത്തതാണ് നമ്മുടെ സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സ്, സെലക്ഷൻ. സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാ നോക്കാം. സ്ക്രീനിങ് ദി ആപ്ലിക്കേഷൻസ്. After receiving the application from candidate through recruitment process, the same must be examined to decide which one deserve to be considered and followed up. Normally, the candidates are asked to apply in their own handwriting on a plain paper. Sometimes the job advertisement mentions the particulars to be given in the application. In many cases, the candidates are required to apply in the prescribed form of the company, containing particulars of name, address, nationality, religion, mother tongue, date and place of birth, material status, education and training, employment history, references, etc. Screening exercise involves checking the content of the application so as to ascertain whether or not the minimum eligibility conditions in respect of age, experience, qualification, skill are fulfilled by the candidate who have applied for this job. അതായത് ആപ്ലിക്കേഷൻ സ്ക്രീനിങ് ദ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫുൾ ആപ്ലിക്കേഷൻസ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള, നമ്മളിപ്പോൾ റിക്രൂട്ട്മെന്റ് നടത്താനായിട്ട് അഡ്വർടൈസ്മെന്റിലൊക്കെ ആഡൊക്കെ കൊടുത്തു, എന്നിട്ട് നമുക്ക് കിട്ടുന്ന ടോട്ടൽ ആപ്ലിക്കേഷൻസ്, ഏതൊക്കെ വ്യക്തികളുടെ കയ്യിൽ നിന്നാണോ നമുക്ക് ആപ്ലിക്കേഷൻ കിട്ടുന്നത് അവരൊക്കെ എന്താണ്, അതൊക്കെ നമ്മൾ സ്ക്രീനിങ് ചെയ്യും, നമ്മൾ നോക്കും, ചെക്ക് ചെയ്യും, എല്ലാ ആപ്ലിക്കേഷൻസും എടുത്ത് നോക്കും. ഹോൾഡിംഗ് ടെസ്റ്റ് അത് കഴിഞ്ഞ് നടക്കുന്നതാണ്. After screening the application, eligible candidates are asked to appear for selection test. Okay. These tests are made to discover and measure the skill and ability of the candidate in terms of requirement of the job. ഇപ്പോൾ നമ്മൾ സ്ക്രീനിങ് പ്രോസസ്സ് കണ്ട് നമ്മൾ എല്ലാ ആപ്ലിക്കേഷൻസ് കണ്ടിട്ട് നമ്മുടെ ഈ CV ഒക്കെ ഇല്ലേ, നമ്മുടെ ബയോഡാറ്റ, അത് തന്നെയാണ് ആപ്ലിക്കേഷൻ. അപ്പൊ അതൊക്കെ നമ്മൾ നോക്കിയിട്ട് അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ക്വാളിഫിക്കേഷനും കാര്യങ്ങളും, ഏജ്, എക്സ്പീരിയൻസ്, അതൊക്കെ അതിൽ ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ നോക്കിയിട്ട് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കുറച്ച് ആപ്ലിക്കേഷൻസ് നമ്മൾ എടുക്കും. എന്നിട്ട് ആ ആപ്ലിക്കൻസിനോട് പറയും, അവർക്കൊരു ടെസ്റ്റ് നടത്തും. ഇപ്പൊ ഒരു 10-15 ആപ്ലിക്കേഷൻ ഉണ്ട് എങ്കിൽ അതിൽ നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു 5-6 നമ്മൾ സെലക്ട് ചെയ്യാണ്. എന്നിട്ട് അതിൽ നിന്ന് അവർക്ക് ഒരു ടെസ്റ്റ് നടത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? ശരിക്കും അവരുടെ എബിലിറ്റിയും സ്കില്ലും എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടെസ്റ്റ് നടത്തും. ഓക്കെ. സെലക്ഷൻ ഇന്റർവ്യൂ. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഇന്റർവ്യൂ. മനസ്സിലായോ? ഇന്റർവ്യൂ is the most important part of the selection procedure. It serves as a means of checking the information given in the application form and making an overall assessment of the candidate's suitability for the job. ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ എബിലിറ്റിയും സ്കില്ലും ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവരെ എന്ത് ചെയ്യും? ഇന്റർവ്യൂവിന് ക്ഷണിക്കും. അപ്പൊ ഫേസ് ടു ഫേസ് കോൺവെർസേഷൻ ആണ് ഇന്റർവ്യൂ. നിങ്ങൾക്കറിയാം ഇന്റർവ്യൂ എങ്ങനെയായിരിക്കും എന്ന്. നമ്മൾ ചെല്ലുക, അവരുടെ മുമ്പിൽ ഇരിക്കുകയാണ്. അപ്പൊ ഇത്രയും പ്രൊസീജിയർ കഴിഞ്ഞിട്ടാണ് ഇന്റർവ്യൂവിലേക്ക് എത്തുന്നത്. ഒരു നല്ല ജോബൊക്കെ എന്ന് പറയുമ്പോൾ അതായിരിക്കും അതിന്റെ ആ ഒരു പ്രൊസീജിയർ എന്ന് പറയുന്നത്. ചെക്കിംഗ് റെഫറൻസ്. ഓക്കെ. ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? ചെക്കിംഗ് റെഫറൻസ് ആണ്. In addition to the requisite educational qualification, skill, expertise, it is expected that the candidate who are to be considered for employment must have other quality like balanced temperament, honesty, loyalty, etc. This quality cannot be judged on the basis of any test. Therefore, information is obtained and verified from the heads of educational institution where the candidate have been studied. Okay. അതായത് ചെക്കിംഗ് ഇപ്പൊ നമ്മൾ ഇന്റർവ്യൂവിൽ നമ്മൾ പാസ്സായി കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട്, ഇപ്പൊ നമ്മുടെ സ്വഭാവം, ആ ഒരു പേഴ്സണാലിറ്റി, നമ്മൾ എങ്ങനെയുള്ളവരാണെന്നൊന്നും ഇതിൽ നിന്ന് അറിയാൻ പറ്റില്ല. അപ്പൊ എന്ത് നടത്തും? ഒരു റെഫറൻസ് ചെക്ക് ചെയ്യും. അതായത് ഇവർ പഠിച്ച കോളേജിൽ ഇവരുടെ ഫീഡ്ബാക്ക് എന്താണ്, ഇവരറിയാവുന്ന വ്യക്തികളിൽ നിന്ന് ഇവരുടെ ഡേറ്റാസ് കളക്ട് ചെയ്യും. അപ്പൊ അങ്ങനെയൊക്കെ ഇവരുടെ ആ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ചെക്ക് ചെയ്യും. മെഡിക്കൽ എക്സാമിനേഷൻ. പിന്നെ വരുന്നതാണ് മെഡിക്കൽ എക്സാമിനേഷൻ. Candidates finally selected for the job are asked to undergo medical examination to see whether the selected candidate are physically fit for the job. അതായത് ഇത്രയും കഴിഞ്ഞിട്ട് ഓക്കെ ആണെങ്കിൽ, അതായത് ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് അറിയാൻ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അതായത് അങ്ങനെയുള്ള ജോലികൾ ഉണ്ടാവും, ഫിസിക്കലി ഫിറ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പോലീസിലേക്കൊക്കെ എടുക്കുന്നില്ലേ, അതൊക്കെ അങ്ങനെയുള്ള രീതിയിലാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. അങ്ങനെയുള്ള ജോലികൾ വേറെ ഉണ്ട്.
എല്ലാത്തിലും ഇതേ പ്രൊസീജിയർ ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ഓരോ ജോലിയുടെ അടിസ്ഥാനത്തിലാണ് ഇതൊക്കെ വരുന്നത് കേട്ടോ. അപ്പൊ നല്ല നല്ല കമ്പനീസും നല്ല ജോബ് പൊസിഷനും ഒക്കെ ആണെങ്കിൽ ഇത്തരം പ്രൊസീജിയേഴ്സ് എല്ലാം തന്നെ ഉണ്ടാവും. ഏത് ജോലിക്ക് പോയാലും ഇത്ര ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ല കമ്പനീസിൽ നല്ല പൊസിഷനിലേക്ക് പോകുമ്പോൾ ഇതുപോലുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ വരുന്നതാണ് ഇഷ്യൂ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ലാസ്റ്റ് ആണ്. ഇത്രയും ഓക്കെ, ഇതൊക്കെ ഓക്കെ ആണെങ്കിൽ ലാസ്റ്റ് എന്ത് കിട്ടും? ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കിട്ടും. അപ്പൊ ഇത്രയും പ്രൊസീജിയർ ഒക്കെ ഉണ്ട് ഒരു നല്ല പൊസിഷനിലേക്കും നല്ല ജോലിയിലേക്കും ഒക്കെ എത്തിപ്പെടാൻ. മനസ്സിലായോ? അടുത്തത് വരുന്നത് പ്ലേസ്മെന്റ് ആണ്.